ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സ്വീറ്റ് കോൺ ബട്ടർ മസാല റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണിത്. പിന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 കോണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ രണ്ടും നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഒരെണ്ണം 4 പീസ് എന്നുള്ള രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 2 എണ്ണാകുമ്പോൾ നമുക്ക് 8 പീസ് കിട്ടുമല്ലോ. ഈ ഒരു 8 പീസിൻ്റെ മസാലയാണ് നമ്മളിവിടെ റെഡിയാക്കട്ടെ. ഇനി നമുക്കൊരു പാനിൽ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഈ ഒരു കോൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ കോണ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കണം. ഇനി ഇതെല്ലാം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽറ്റായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 3/4 ടീസ്പൂൺ, ചാറ്റ് മസാല 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. പിന്നെ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പുളിവെള്ളം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള പുളിവെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എനിക്കിതിലേക്ക് കുറച്ച് സോയാ സോസ് പോരാന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കോൺ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇനി ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. നമ്മൾ ഈ ഒരു മസാല ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു 2-3 മിനിറ്റ് മാത്രം മതി കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ സ്വീറ്റ് കോൺ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്